ഇന്ന് രാവിലെ കേരളത്തിലെ ജനങ്ങൾ ന്യൂസ് കണ്ടത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ്. 21 വയസ്സുള്ള ഒരു പെൺകുട്ടി പത്തനംതിട്ടയിൽ അവിവാഹിതയായി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ആ കുഞ്ഞിനെ ചേമ്പലയിൽ പൊതിഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കേരള പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കൂടുതലായി എടുക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 21 വയസ്സുള്ള ഒരു പെൺകുട്ടി പത്തനംതിട്ടയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ ഇലയിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതിനെ തുടർന്ന് ഈ കുട്ടിക്ക് അമിതമായ ബ്ലീഡിങ്ങിനെ തുടർന്ന് ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അവിടുന്ന് ഡോക്ടേഴ്സ് ചോദിച്ച് ഇന്നതാണ് കാരണമെന്ന് മനസ്സിലാക്കി പോലീസിനെ അറിയിക്കുകയും ഈ കുട്ടിയുടെ മൃതശരീരം കണ്ടെത്തുകയും ചെയ്തു. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് വാർത്ത കേട്ട് തുടങ്ങാം. 20 വയസ്സുകാരിയായ അവിവാഹിത പ്രസവിച്ച കുഞ്ഞിനെ വീടിന് പിന്നിലെ കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രക്തസ്രാവവുമായി ആശുപത്രിയിലെത്തി പെൺകുട്ടി പ്രസവിച്ചു എന്ന് വ്യക്തമായതോടെ നടത്തിയ പരിശോധനയിലാണ് ജഡം കണ്ടെത്തിയത്. പത്തനംതിട്ട മെഴുവേരി പഞ്ചായത്തിലാണ് അവിവാഹിതയായ 20 വയസ്സുകാരി വിദ്യാർത്ഥിനി പ്രസവിച്ചു എന്നുള്ള വിവരം പുറത്തുവരുന്നത്. 20 വയസ്സുള്ള ബികോം വിദ്യാർത്ഥിനിയാണ്. ഈ പെൺകുട്ടി രക്തസ്രാവവുമായി എലവന്തിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നു. അവിടെ നിന്ന് രക്തസ്രാവം രൂക്ഷമായതോടെ ചെങ്ങന്നൂരിലെ ആശുപത്രിയിലേക്ക് വിടുകയാണ്. അവിടുത്തെ പരിശോധനയിലാണ് ഇത്തരത്തിൽ പ്രസവം നടന്നതായി മനസ്സിലാക്കിയെ തുടർന്ന് DMO അറിയിക്കും. DMOയുടെ നിർദ്ദേശപ്രകാരം ആശാപ്രവർത്തകരും ഒപ്പം തന്നെ പോലീസും എത്തി ഇവിടെ പരിശോധന നടത്തുകയായിരുന്നു. ബക്കറ്റിൽ കുട്ടിയുണ്ട് എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പെൺകുട്ടി വയ്യാതെ ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ ചെന്നപ്പോൾ തന്നെ ഈ ഡോക്ടറിന് ഈ പെൺകുട്ടിയുടെ ചില അസുഖങ്ങളും വയ്യായികയും കാര്യങ്ങളും എല്ലാം കണ്ടെത്തിനെ തുടർന്നിട്ട് അവർ ചെക്ക് ചെയ്തപ്പോഴത്തേനും അവർക്ക് പ്രശ്നം പിടികിട്ടി. ആ പ്രശ്നം ആ ഡോക്ടർ തന്നെ പറയുന്നത് കേൾപ്പിക്കാം. അങ്ങനെ ഈ ഡോക്ടർ ചോദിച്ചു ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇവർ ഓൾറെഡി സമ്മതിച്ചു. കൊച്ചിനെ പൊതിഞ്ഞ് ഒരിടത്ത് ബക്കറ്റിലിട്ട് വെച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ബക്കറ്റിലിട്ട് വെച്ചു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പക്ഷെ പോലീസ് കണ്ടെടുത്തത് ചേമ്പലയിൽ പൊതിഞ്ഞ് അപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. ബക്കറ്റിൽ പൊതിഞ്ഞു വെച്ചു എന്നാണ് പെൺകുട്ടി പറയുന്നത്. ചേമ്പലയിൽ പൊതിഞ്ഞിട്ടാണ് കണ്ടെത്തിയത്. ഓക്കെ, വീടിന്റെ തൊട്ട് പിന്നിൽ ആ മതിലിന് പുറത്തായി കാട്ടിലാണ് ഈ കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. ഇത്തരത്തിലൊരു അറിയിപ്പ് കിട്ടിയതിനെ തുടർന്നാണ് ആശാപ്രവർത്തകരുടെ പരിശോധന നടത്തിയത്. ആശാപ്രവർത്തകരൊക്കെ വന്ന് പരിശോധിച്ചു. ഈ പെൺകുട്ടിയോടും അവിടുത്തെ ആളുകളോടും ഒക്കെ ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല. അയൽവക്കത്തുള്ള ആളുകൾക്കറിയില്ല ഈ കുട്ടി പ്രസവിച്ചു അല്ലെ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. വീട്ടുകാരും അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പെൺകുട്ടിയെ പ്രസവിക്കാൻ കാരണമായ കാമുകനും അറിയില്ല എന്നാണ് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പിന്നിലെ കാട് പിടിച്ച സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് ഈ നവജാത ശിശുവിന്റെ ജഡം കണ്ടെത്തിയിട്ടുള്ളത്. പീഡനം പോലെ എന്തെങ്കിലും ആണോ നടന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ എലവന്തിട്ട പോലീസ് വിശദമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. അമ്മ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അങ്ങനെ ഒരു സാധ്യത അതിനകത്ത് തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രസവം ഇവർ ഒളിപ്പിച്ചു വെച്ചായിട്ട് ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ പെൺകുട്ടി മറ്റു തരത്തിലുള്ള ബന്ധത്തിൽ ഈ ചെറുപ്പക്കാരനുമായിട്ട്, കാമുകനായിട്ടോ ഏതോ ചെറുപ്പക്കാരനുമായിട്ട് ഏർപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസവം ഗർഭിണി അതായത് വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒളിപ്പിച്ചു വെച്ച് പ്രസവിച്ചതാകാനും സാധ്യതയുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. കുട്ടിയെ പ്രസവിച്ച അമ്മ ആശുപത്രിയിൽ ചികിത്സയാണ്. അപ്പോൾ എനിക്കിതിനകത്ത് കുറച്ച് സംശയങ്ങളുണ്ട്. നമുക്ക് വാർത്തകൾ മൊത്തം കേട്ടിട്ട് നമുക്ക് സംശയങ്ങളിലേക്ക് വരാം. കാണുന്ന ആ വീട്ടിൽ 4 മണിയോടെ പ്രസവം നടക്കുന്നു. ആ പ്രസവം നടന്നതിന് ശേഷം പെൺകുട്ടി ഈ വഴിയിലൂടെ തന്നെ നടന്നു വന്ന് ഈ വീടിന് ചേർന്നുള്ള ശുചിമുറിയിൽ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നു. അതിനുശേഷം അവിടെ വെച്ച് കുട്ടി കരഞ്ഞതോടെ വായ പൊത്തുന്നു. അതിനുശേഷം നടന്നു തന്നെ വീടിന് സമീപത്തുള്ള ഈ പറമ്പിൽ ഇലയിൽ പൊതിഞ്ഞ് വെച്ചു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി എന്തായാലും വ്യക്തമാക്കുന്നത്. ഇന്നലെ 24 ന്യൂസിൽ പറയുന്നത് ഇലയിൽ പൊതിഞ്ഞു വെച്ചു എന്നാണ്. പക്ഷെ പലയിടത്തും കേൾക്കാൻ സാധിച്ചത് ബക്കറ്റിൽ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പലയിടത്തും കേൾക്കാൻ സാധിച്ചത്. അതിലേക്ക് നമുക്ക് വരാട്ടോ. ഇലവന്തിട്ട പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ 2 ദിവസത്തോളം പ്രായമുള്ള കുട്ടിയുടെ ജഡം കണ്ടെത്തുന്നത്. ഓക്കെ, 2 ദിവസം ഈ ശേഷമാണ് ഈ കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. ഇതാണ് ഈ പെൺകുട്ടിയുടെ വീടെന്ന് പറയുന്നത്. ഈ വീട്ടിനകത്ത് നമ്മളിപ്പോൾ കാണുന്ന വളരെ അൾട്രാ ലക്ഷറിയസ് വീടല്ല. ആയതിനാൽ തന്നെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് മുറികളില്ല ആ വീടിനകത്ത്. AC റൂമിൽ കയറി കതകടച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ആകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ആയതിനാൽ തന്നെ ഈ കുട്ടിക്കൊരു വയ്യായിക വരുമ്പോൾ, അല്ലെങ്കിൽ വയറ് വലുതാകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഒക്കെ ഈ വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ വീട്ടുകാരും അറിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇവർക്കൊക്കെ കൊടുത്ത മൊഴിക്കകത്തുള്ളത്. ഇനി ഈ ഡോക്ടർ, ഈ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. വളരെ വെളുത്ത പെയിലായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ്. പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചപ്പോഴാണ് മറുപിള്ളയും അതുപോലെ തന്നെ പുക്കിൾക്കൊടിയും വലിയ വഴി വെളിയിൽ വരുന്നത് നമ്മൾ കാണുന്നത്.
അപ്പോൾ മനസ്സിലായി ഇത് ഡെലിവറിയെ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന്. ഓക്കെ, വയ്യായിക വന്നപ്പോഴത്തേനും ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോഴത്തേനും ഇങ്ങനെ ചില കാര്യങ്ങളിലൂടെയാണ് ഡോക്ടറിന് ഇത് മനസ്സിലായത് ഓൾറെഡി ഡെലിവറി നടന്നു എന്നുള്ള കാര്യം. ചോദിച്ചപ്പോഴും ഈ പെൺകുട്ടി സമ്മതിച്ചിട്ടൊന്നുമില്ല. നിരന്തരമായി ചോദിച്ചിട്ടും കുട്ടി എവിടെയാണെന്നോ കുട്ടി എന്ത് ചെയ്തെന്നോ പറയുന്നുണ്ടായിരുന്നില്ല. സോ കുട്ടി ജീവനോടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഷി വാസ് നോട്ട് ഈവൻ വില്ലിംഗ് ടു അക്സെപ്റ്റ് ദാറ്റ് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പോലും സമ്മതിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അവസാനം സ്റ്റാഫ്സിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ റീത സിസ്റ്ററിനോടാണ് കുട്ടി വളരെ രഹസ്യമായി പറയുന്നത് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പറമ്പില് മതിലിനോട് ചേർത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. ഈ കുട്ടിയെ പരിശോധിക്കുമ്പോഴും വെളിയിൽ വന്ന മറുപിള്ളയ്ക്ക് 2 ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അതുപോലെ ഒരു മാസം തികഞ്ഞ ഒരു മറുപിള്ളയാണ് പൂക്കൾക്കൊടിയുമാണ് വന്നത്. സെപ്സിസ് ആയിട്ടാണ് പേഷ്യന്റ് ഇവിടെ കൊണ്ടുവരുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. ഓക്കെ, മാസം തികഞ്ഞ ഒരു മറുപിള്ളയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡോക്ടറോടും പറഞ്ഞിരിക്കുന്നത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. സോ ബക്കറ്റിൽ വെച്ചു എന്നുള്ള ഒരു സംശയത്തെ നമുക്കവിടെ മാറ്റിവെക്കാം. ഒന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടി നേരെ അവരുടെ ശുചിമുറിയിലേക്ക് പോകുന്നു. അവിടെ ഡെലിവറി നടക്കുന്നു. 21 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവിടെ ഡെലിവറി നടക്കുന്നു. ഈ കുട്ടി കരഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ വായ പൊത്തുന്നു. വായ പൊത്തിയതിന് ശേഷം ഇലയിൽ പൊതിഞ്ഞ് അപ്പുറത്തേക്ക് വെക്കുന്നു. ഈ പെൺകുട്ടിയുടെ ഒരു മാനസിക ധൈര്യം അല്ലെങ്കിൽ മാനസിക വൈകല്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സാധനമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക്, മെജോറിറ്റി ആളുകൾക്കും പ്രണയമുണ്ട്. ഇത് തെറ്റല്ല. ഇവർ പല ആളുകളും മേജർ ആയതിനു ശേഷം ഇത്തരത്തിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ട്. പക്ഷേ എത്ര ശതമാനം സേഫ് ആണെന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത പിശക് കാരണം ഒരു കുഞ്ഞു ജീവനാണ് ഇല്ലാതാക്കിയത്, അതും വളരെ മൃഗീയമായിട്ട്. 10 മാസത്തോളം അല്ലെങ്കിൽ 9 മാസത്തോളം ഈ കുഞ്ഞിനെ വേണ്ട ശുശ്രൂഷകളെല്ലാം കൊടുത്ത് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം കൊന്ന് അതിൻ്റെ വാ മൂടിക്കെട്ടി അല്ലെങ്കിൽ അതിനെ ഫുള്ളായിട്ട് ഇലയിൽ പൊതിഞ്ഞ് അപ്പുറത്തെ പറമ്പിലിട്ടു. ഒരു അമ്മയുടെ മാനസികാവസ്ഥയാണ്. കുറച്ച് ദിവസങ്ങളിലെ വാർത്തകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയ്ക്ക് എത്ര തവണ നമ്മൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടാവും? ഇതേ സെയിം വാർത്ത, അമ്മ മകനെ അല്ലെങ്കിൽ മകളെ അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞിനെ കൊന്നു എന്ന വാർത്ത എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും? ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇമോഷൻസോ സെൻറ്റിമെൻറ്റ്സോ ഒന്നുമില്ല. എൻ്റെ കാര്യം നടക്കുക, ഭയങ്കര സെൽഫിഷ് ആയിട്ടൊരു ലോകത്തേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ വളർന്നു വന്ന സമയത്ത് നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ അപ്പന്മാർ അവരുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പം നേരെ വരുമ്പോഴത്തേനും ഏത് മോൻ ഏത് മോള് എൻ്റെ കാര്യം കഴിഞ്ഞ് ആ ഒരു സെറ്റപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഷ്യന്റെ സ്ഥിതി സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല, മെച്ചപ്പെട്ടു വരുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ. ICUലാണ്. അപ്പോൾ പേഷ്യൻ്റെ നില മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഓൾറെഡി പോലീസ് ഇത് കൊലപാതകമാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നിയ സംശയം നമ്പർ 1, ഇത്രയും നാൾ ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിട്ടിരുന്നിട്ട് ആ വീട്ടുകാർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലേ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ കുട്ടി കരഞ്ഞു. ഈ പ്രസവിച്ചപ്പോഴത്തേനും ഈ കുട്ടി കരഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ വായ മൂടിക്കെട്ടി ഇലയിൽ പൊതിഞ്ഞ് വെച്ചു. അപ്പോൾ സഡൻലി വയറ്റിലൊരു കുട്ടി ഉണ്ടാകുമ്പോൾ വയറിലൊരു വലിപ്പം ഉണ്ടാകും. ഈ കുട്ടിയെ പുറത്തേക്ക് വരുമ്പോഴത്തേനും ആ വലിപ്പത്തിലൊരു മാറ്റം ഉണ്ടാവും. ഇത് ഈ വീട്ടുകാർക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. 2, 3, ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേനും ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനുണ്ടാവും. ഇതൊന്നും ഈ വീട്ടുകാർക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ? പോയിന്റ് നമ്പർ 4, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നറിയില്ല. ഈ പെൺകുട്ടിയുടെ കാമുകന് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നറിയില്ല. ഈ പെൺകുട്ടിയും പലതവണയും സമ്മതിച്ചിട്ടില്ല ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള കാര്യം. ആയതിനാൽ ഇത് കാമുകനുമായിട്ട് ഈ പെൺകുട്ടി സ്വയം ഇഷ്ടത്തോടെ സ്നേഹം പങ്കിട്ടതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനൊരു കുഞ്ഞിന് ജന്മം നൽകിയെന്നറിയില്ല. അതോ ഇനി നമ്മൾ ഈ സംശയിക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ പോലീസുകാരെ ഒരു സംശയം പ്രകടിപ്പിച്ച പോലെ ഇതൊരു റേപ്പ് അറ്റംപ്റ്റ് ആണോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. ഏതായാലും ഇതിന് കൃത്യമായിട്ടൊരു മറുപടി പോലീസ് കണ്ടുപിടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ കുറച്ചും കൂടെ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഈ പെൺകുട്ടി അറിവോടുകൂടെ തന്നെ ഇങ്ങനൊരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ വധിച്ചതിന് ശേഷം ഇലയിൽ പൊതിഞ്ഞ് വെച്ചു എന്ന അസംഷനിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അസംഷനാണ് അത്, നമ്മൾ ഊഹാപോഹത്തിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഉറപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ എത്ര ശതമാനം ആളുകളാണ് കല്യാണം കഴിക്കാതെ വിവാഹിതരാകാതെ പ്രസവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാട്ടിൽ അതൊരു അപമാനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. വിദേശ നാടുകളിലെല്ലാം ലിവിങ് ടുഗദർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ വലിയ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്വീകരണം അതിന് ലഭിച്ചിട്ടില്ല. നമ്മളിത് നോക്കുകയാണെങ്കിൽ സ്റ്റഡീസ് അണ്ടർ ദ സർവേ ഷോസ് ദാറ്റ് പ്രപ്പോർഷൻ ഓഫ് അൺമാരിഡ് വുമൺ ഹാവിങ് ചിൽഡ്രൻ ഈസ് റൈസിങ്. അൺമാരിഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാകുന്ന എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Through the rates is still lower compared to married women. A 2019-21 survey shows that 7% of women aged 15 to 19 had already a child.
2019-21 നടത്തിയ സർവേ പ്രകാരം 7% സ്ത്രീകൾക്ക് 15-19 വയസ്സിന് താഴെ 15-19 വയസ്സിനിടയിലുള്ള 7% സ്ത്രീകൾ ഓൾറെഡി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ അൺമാരീഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന കണക്കുകൾ. ഇതിനകത്ത് ഒരിക്കലും സ്ത്രീയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, പുരുഷനും തെറ്റുകാരനാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇൻഫൈൻ മോർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് ജനിക്കുമ്പോഴേ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ, ഇൻ 2022 ദ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ ഇന്ത്യ വാസ് അബൌട്ട് 25.5 ഡെത്ത്സ് പെർ 1,000 ലൈഫ്സ് ബർത്ത്. അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പോഴത്തേനും 26 കുട്ടികളാണ് ഇന്ത്യയിൽ മരണപ്പെടുന്നത്. അതുകൂടാതെ ഈ മാതാപിതാക്കൾ എക്സ്ട്രാ കൊല്ലുന്നു, അസുഖങ്ങൾ വന്ന് മരിക്കുന്നു, ഇതെല്ലാം എക്സ്ട്രാ ഉണ്ട്. നമ്മുടെ നാട് ശരിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയില്ല. കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വാർത്തയാണ് അമ്മ കുഞ്ഞിനെ കൊന്നു, അച്ഛൻ കുഞ്ഞിനെ കൊന്നു, അമ്മയുടെ സഹോദരൻ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരൻ കുഞ്ഞിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ടുള്ള ശിക്ഷകൾ ഇതിന് വരാതെ ഈ ഒരു സാധനം തീരില്ല. ഈ 21 വയസ്സുള്ള പെൺകുട്ടിക്കുള്ള മെച്യൂരിറ്റി എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു മെച്യൂരിറ്റിയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളാണിത്. 10 മാസം അല്ലെങ്കിൽ 9 മാസം വയറ്റിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് നടന്ന് അതിനെ ശുശ്രൂഷിച്ച് അതിൻ്റെ ഡെലിവറി എടുത്ത ശേഷം അതിനെ വധിച്ച് വാഴയിലയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ ചേമ്പിലയിൽ പൊതിഞ്ഞ് ബക്കറ്റിലോ അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലോ കൊണ്ട് തള്ളി. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളില്ലാത്ത എത്ര ദമ്പതികളുണ്ടെന്നറിയാമോ? അങ്ങനെയുള്ള സാഹചര്യത്തിലാണ്, അതായത് കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾ ഒരുപാട് ഒരു സൈഡിൽ നിൽക്കുന്നു, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ആ ഒരു ജീവനെ നശിപ്പിക്കുന്ന ഒരു സമൂഹം മറ്റൊരു സൈഡിൽ നിൽക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഏതായാലും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷകൾ വേണം. ഇനി ഈ പെൺകുട്ടി കാമുകനുമായിട്ട് സല്ലപിച്ച് ഇങ്ങനൊരു കുഞ്ഞുണ്ടായതാണോ അതോ എന്തെങ്കിലും റേപ്പ് സിംറ്റംസ് ഒക്കെ ആണോ എന്നുള്ളത് പോലീസ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ. ഏതായാലും ആ കുട്ടിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള അമ്മമാരുണ്ടെങ്കിൽ ഇനിയെങ്കിലും യുക്തിപരമായിട്ട് പെരുമാറുക. നമ്മുടെ നാട്ടിൽ പല സെറ്റപ്പുകളും ഇനി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക. മറ്റൊരു കേട്ടാണ്.